എന്തോ അപ്പച്ചി നിങ്ങൾ രണ്ടുപേരും കല്യാണ പ്രായപ്പം പിള്ളേരല്ലേ? അപ്പച്ചി കല്യാണം ആലോചിച്ചുള്ള വരവാണെങ്കിൽ നടക്കൂല, എനിക്ക് താല്പര്യമില്ല. ഈ ചേച്ചി ഇങ്ങനെ പലതും പറയും. അപ്പച്ചി നല്ല പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറ, ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുമല്ലേ. അയ്യടി ജിഞ്ചിഞ്ചാക്കടി, അതല്ല. നിങ്ങൾ രണ്ടുപേരും കെട്ടിക്കാറായ രണ്ട് പെൺപിള്ളേരല്ലേ ഈ വീട്ടിലുള്ളത്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? അവരെന്തീ കാട്ടിക്കൂട്ടുന്നു? അവരെന്താ കാട്ടിക്കൂട്ടുന്നത്? അവർക്കെന്താ പ്രശ്നം? കൊഞ്ചിക്കൊഴഞ്ഞ് ഇങ്ങനെ ആൾക്കാർ കാണുന്നുള്ള ചിന്ത പോലും ഇല്ലേ അവർക്ക്. അവര് കൊഞ്ചു കഴിയട്ടെ. കൊഞ്ചു കഴിയട്ടെ, എന്താ കുഴപ്പം? അങ്ങനെ കൊഞ്ചു കൊഴഞ്ഞാൽ ശരിയാവില്ല. ഇത് മറ്റുള്ളവര് കുറെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ, ഒരു അടക്കം ഒതുക്കൊക്കെ വേണ്ടേ? അല്ല അപ്പച്ചി ഇങ്ങനെ ഇത് കണ്ടേ? ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമല്ല പോടുന്നു. നീ അർത്ഥം അല്ല എനിക്ക് മനസ്സിലായി, അതല്ല. അല്ല അതൊന്നുമല്ല. ഞാൻ അടുക്കളയിൽ പോയപ്പോ വെറുതെ കൈയും വീശി ഇങ്ങനെ വെറുതെ പോയപ്പോ കണ്ടതാ. നല്ല ഇച്ചിരി ഓവറാടി. പിന്നെ ഇത് സ്നേഹിക്കുന്ന എന്താ എത്ര പ്രശ്നം അല്ലേടി? അതെ, അവര് സ്നേഹിക്കട്ടെ, അവര് കൊഞ്ചിക്കൊഴിയട്ടെ. ഒളിഞ്ഞു നോക്കി അപ്പച്ചിക്ക് നാടോ മാനോ ഇല്ലല്ലേ? ബെസ്റ്റ്. ആരടുത്ത് നീ പറയണം? അതെ, ഞങ്ങള് 2K കിഡ്സാ. ഞങ്ങൾക്ക് ഈ സ്നേഹിക്കുന്നവരൊക്കെ ഇഷ്ടമാണ്. സ്വന്തം മക്കൾക്കില്ലാത്തതാണെന്നതിന് എനിക്ക് എന്തിനാണ് വേണ്ട? ആവോ അവോ പോവണം. അവോ ആരടുത്ത് പറയണത്? അച്ഛൻ നമ്മള് വിചാരിച്ചതൊന്നുമില്ല. പിന്നെ അച്ഛനല്ലെങ്കിലും നമ്മുടെ അല്ലേ അച്ഛൻ. ഭയങ്കര മിടുക്കനാണല്ലോ. ആയിരിക്കും, എന്നാലും നമ്മൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ശേ, എന്താണ് എന്ത് കാണാൻ നിക്കണതാ? സഞ്ജു എന്തോന്ന് കുപ്പി തല്ലി പൊളിക്കപ്പോ നീ അടച്ചു വെക്കുന്ന എന്ത്? എടാ നീ വലിയ ചെക്കനായില്ലേ? ആയി. മസിലൊക്കെ ആയില്ലേ? ആയി വരുന്നു. നിനക്ക് നിന്റെ അച്ഛനമ്മേനെ ഒന്ന് ഉപദേശിച്ചുകൂടാടാ? അതിന് അവരെന്തോന്ന് കാണിച്ചു ഉപദേശിക്കാൻ? നിന്നോട് ഞാൻ എങ്ങനെ പറയാ? എനിക്കിടെ നാണക്കേടായിട്ട് പോയി പറയാൻ. അപ്പച്ചല്ലേ പറഞ്ഞ ഞാൻ വലിയ ചെക്കനായിരുന്നു, പിന്നെ പറയാനിപ്പോ എത്ര ബുദ്ധിമുട്ട് പറയാൻ കേട്ടെ. നീ നിന്നെ അത്ര ചൂടാവണ്. എന്റെ ടോൺ അങ്ങനെയാണ്, ചൂടായതല്ലേ. ഇത്ര മസില് വേണ്ട. അതെ, അച്ഛനമ്മ ഭയങ്കര കൊഞ്ചി കൊഴിഞ്ഞ് എന്തോ അടയെ കാണിച്ചു കൂട്ടറ്. ഈ നാട്ടുകാരൊക്കെ കണ്ട എന്താ പറയാ? എന്റെ അച്ഛനും അമ്മ അങ്ങനെയാണ്, അവര് സ്നേഹിച്ചൊക്കെ ഇരിക്കും. അതിനിപ്പോ അപ്പച്ചിക്ക് എന്തോ? എടാ അതിന് കുഴപ്പമില്ല, പക്ഷെ അവരെ വിചാരം അവര് മധുരപ്പതിലേന്ന് ഇപ്പൊ പോന്നിട്ടില്ല. അവരുടെ സ്നേഹം എന്താ അപ്പച്ചി ദയവ് ചെയ്ത് പാര വെച്ച് കൊളാക്കായിരുന്നാ. പിന്നെ എനിക്ക് ഉപദേശിക്കാൻ തോന്നുന്നുണ്ട്. തോന്നുന്നില്ലേ? ഉണ്ട്. അച്ഛനമ്മയുടെ ഒന്നും ഉപദേശിക്കടാ. അവരെ അല്ല, അപ്പച്ചിയെ. എന്നെ ഉപദേശിക്കണേ? നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല. ഞാൻ ഉപദേശിക്കാറായി. ചുമ്മാ എന്തിനാ വല്ലോടെ ലൈഫിൽ ഇങ്ങനെ കൈയും കടത്തി ഓട്ടക്കണ്ണ നോക്കി നോക്കി നടക്കുന്ന? നാണോ ഇല്ല? ഇത്ര പ്രായമായില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പോണില്ല. അത് എന്റെ അച്ഛന്റെ അമ്മയുടെ കുറ്റി എന്റെ അടുത്ത് പറയാം. എന്റെ മുറി വന്നേക്കുന്നത് നാണോ ഇല്ല? അയ്യേ, മക്കളും കൊള്ളാം, അച്ഛനും അമ്മയും കൊള്ളാം. ഇതിപ്പോ കൊള്ളാം, അവര് സ്നേഹിക്കുന്നതാണ് ഇപ്പൊ വിഷയം. ബാക്കിയൊക്കെ വീട്ടിൽ അപ്പനും അമ്മ അടിയാണ് വിഷയം, ഇവിടെ സ്നേഹിക്കുന്ന വിഷയമാണ്. എടാ സ്നേഹിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓവറാവരുത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മനപ്പൂർവ്വം പറയാം, ആൾക്കാർ കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്ന്.
അങ്ങനെയൊന്നുമല്ല, എൻ്റെ അച്ഛൻ കുറച്ച് റൊമാൻറ്റിക് ആവണ്ടോ, അതുകൊണ്ട് അത് അപ്പച്ചിക്ക് ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് അപ്പച്ചിക്ക് കുശുമ്പ. അച്ഛന്റെ കഥകൾ അറിഞ്ഞാ പറയില്ല. എന്തോന്ന് പറ. പോകാം. അപ്പച്ചി ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയല്ലേ. ഒന്നുമില്ല, നീ പൊക്കോ. നീ ഒന്നും പറഞ്ഞിട്ടില്ല, മാറ്റി വന്നേക്ക് പറഞ്ഞതൊക്കെ. ഞാൻ എങ്ങനെയാലും ജിമ്മിലൊക്കെ പോയി ഒന്ന് ഇരുമ്പാലും കുടിച്ച് ഒന്നെല്ലാം കയറ്റി എടുത്ത് നീ ഇവിടെ അടിയും കൂടെ ആക്കാൻ എനിക്ക് വയ്യ, എനർജി വേസ്റ്റ് ചെയ്യാൻ ചുമ്മാ. എരുമപ്പാലാണോ കുടിച്ചത്? പിന്നെ അല്ലാടെ വെറുതെ സൗണ്ടിന് മാറ്റം. എന്തു മാറ്റം? ഒന്നുമില്ലടാ, നീ കഴുതപ്പാല കുടിക്കണ്ടായിരുന്നു. സ്ഥലം വിട്. നിനക്കൊന്ന് കഴുതപ്പാൽ ആങ്ങളൊക്കെ വാങ്ങും. എന്ത് പോടാ. പോവാ പ്ലീസ്. അവരൊന്ന് സ്നേഹത്തിലൊന്ന് പൊക്കോട്ടെ പ്ലീസ്. ഞാൻ നീ വലിയ മുതിർന്ന ചക്കനായിരുന്നു കരുതിയതാ. നീ കുഞ്ഞി ഇത്തിരി പോട്ട ഇത്തിരി കണ്ട ചക്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ഇത്തിരി കാട്ടൊന്നുമല്ലോ, ഞാൻ മുതിർന്നേക്കാൻ തന്നെയാ. എന്നാ പിന്നെ പോയി ഉപദേശിച്ചൂടെ അച്ഛനമ്മേനെ? എന്ത് കാര്യത്തിന്? ഞാൻ അപ്പച്ചി വിളി, ഞാൻ അവളെ ഉപദേശിക്കാം. അപ്പച്ചിയുടെ മോളെ വിളി. അവളെ നീ ഉപദേശിക്കാറായിട്ടില്ല. അയ്യടാ, അത് പറഞ്ഞപ്പോ ഇഷ്ടമായില്ലല്ലോ. സെയിം പിച്ച് കേട്ടോ. അപ്പൊ എന്റെ അച്ഛനും അമ്മയും കൂടുതൽ ചൊറിയാനും മാതാനൊന്നും വരണം. ചുമ്മാ വേറൊരു പണിയില്ല, ഇറങ്ങിയേക്കോ സ്നേഹോ. എല്ലാവരും കണക്കാണല്ലോ, ഒരൊറ്റണെന്ന് നന്നായിക്കൂടാ. അടുത്ത തവണ നമുക്ക് ഈ 10 വിരലിലും 10 കളർ. 10 കളറാ? 10 കളറെല്ലാം മേടിക്കണ കൊറേ പൈസ വേണ്ടേ? നിന്റെ 10 കളറിലെ ക്യൂടെക്സ് ഞാൻ നിനക്ക് മേടിച്ചു തരും. മറ്റേ കാലം വെച്ച് ഉറപ്പല്ലേ? അതിൻ്റെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കാലിലെ 10 വിരലിനും കയ്യിലെ 10 വിരലിനും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എടുക്കണം. മൊത്തം 20 കളർ. ആരെങ്കിലും നോക്കുമ്പോൾ നീ ഇങ്ങനെ നടന്നു വരുമ്പോൾ 20 കളർ നടന്നു വരുന്നൊരു ഫീല് കിട്ടണം. വട്ടാന്ന് പറയും. ഒരു വട്ടും ഇല്ല, അതൊക്കെ പാപ്പാടി പുഷ്പയുടെ ഐറ്റം ആയിട്ട് വരണം. എന്തേ? ഒന്നുമില്ല, ഇട്. ഇച്ചിരി നഖമൊക്കെ വളർത്തണം കേട്ടോ. ഇത് ഗിരിഗിരാന്ന് ചെറിയ പൂച്ചനഖം പോലിരിക്കും. അത് അന്നേരം ഷൂ ഇടാൻ പറ്റത്തില്ല. അതാ ഷൂ ഇട്ട് കഴിയുമ്പോൾ ഷൂ ആയി. ഷൂ ആയി പോവും. അതെ, ഷൂ ഇടാൻ കഴിയത്തില്ല. അതന്നെ. അയ്യോ സോറി. എന്തുവാടേ? അല്ല, അച്ഛനമ്മ ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമല്ലേ. അച്ഛൻ അമ്മയ്ക്ക് ഈ കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു, നിനക്കെന്താ? അല്ല, ഞാൻ പെട്ടെന്ന് നിങ്ങളെ പ്രൈവസി ഒന്ന് കൈകടത്തി ഒന്ന് തോന്നണ്ട, അതുകൊണ്ടാ സോറി പറഞ്ഞു. ഇല്ല നടക്കട്ടെ, ക്യൂടെക്സ് ഇട്ട് കൊടുക്കും. ഓക്കെ. നമ്മുടെ ഈ സ്നേഹം പിള്ളേരൊക്കെ കണ്ട് പഠിക്കട്ടെ. പിള്ളേര് പഠിക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളെ പെങ്ങളെ ഞാൻ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കും. പെങ്ങളെക്കാട്ടിയും വലുത് ഭാര്യയാണ് എന്നുള്ള പാഠം. നീ എന്തോ ആലോചിക്കുന്നു? ഒന്നുമില്ല, നമ്മളെ മക്കള് പഠിക്കും എന്ന് ആലോചിച്ചതാ. പഠിക്കണം. അതെ. ഇനി ഇങ്ങനെ വെച്ചേ അടിപൊളി. നീ എന്നോട് പണ്ട് പറഞ്ഞില്ലായിരുന്നോ നിനക്ക് പച്ചക്കല്ലുള്ള സ്വർണത്തിലുണ്ടാക്കിയൊരു മുക്കുത്തി വേണമെന്ന്? നമുക്ക് മേടിച്ചാലോ? മേടിച്ചു തരുമോ? നോക്കട്ടെ തിരിഞ്ഞേ. സ്വർണ്ണ അല്ല കേട്ടോ, നമുക്ക് ഈ പച്ചക്കല്ലിൽ തന്നെ വെള്ളിയിലൊരു മുക്കുത്തി, അതായിരിക്കും ഭംഗി. ആ വെള്ളിയാങ്കി വെള്ളി മതി, ഞാനിടാ തയ്യാറാ. അയ്യോ ഒന്നുകൂടെ തിരിഞ്ഞേ. എന്താ ഏത് ഭാഗത്തെ ഭംഗി നോക്കാം? അതാ ഞാൻ നോക്കിയേ. അല്ല, മുക്കുത്തി ഇല്ലാത്തതാ ഭംഗി, ഇതാ ഭംഗി. മുക്കുത്തി വേണ്ട. ആ ഒറ്റ ഡയലോഗിൽ ആ മുക്കുത്തിയുടെ കാശ് ലാഭിച്ചല്ലേ? ഇതാ ഭംഗി, അതുകൊണ്ടാ ഞാൻ ഒട്ടിക്കുന്ന മേടിച്ചു വെക്കും. ഒട്ടിക്ക് കുഴപ്പമില്ല, കുഴപ്പമുണ്ടാവില്ല. വിപരീത പദങ്ങൾ: വരുക, പോവുക, കൊടുക്കുക, വാങ്ങുക, വെളിച്ചം, ഇരുട്ട്, അതറിയാം. സന്തോഷം, സങ്കടം, അതും അറിയാം. വരിക, പോവുക, കൊടുക്കുക, വാങ്ങുക. എന്തോ അത്? എടി, ഇത് സാക്ഷരതാ ക്ലാസ്സിലെ മലയാളത്തിന്റെ പരീക്ഷയാണ് നാളെ എനിക്ക്, അതുകൊണ്ട് പഠിക്കുക. അമ്മ ഇതും പഠിച്ചോണ്ടിരുന്നാ? അവിടെ ചേച്ചി ചേട്ടനെ സോപ്പിട്ടോണ്ടിരിക്കേ. അവര് സോപ്പിട്ടിട്ട് അതിന് ഞാൻ വേണം. അമ്മ കാര്യമൊക്കെ പറഞ്ഞാലും വീടും പറമ്പും അമ്മയുടെ പേരിലാണ്. പക്ഷെ ഈ വീട്ടില് അവസാനത്തെ വാക്ക് ചേട്ടന്റെ ആണോ? അതാണ് ചേച്ചി ചേട്ടനെ കയ്യിലെടുത്തോണ്ടിരിക്കുന്നത്. ഈ മണ്ടത്തരം നിന്നോട് ആരടി പറഞ്ഞത്? ഈ പാപ്പാടി വീട്ടിലെ അവസാനത്തെ വാക്ക് എന്റെ വാക്കാ. അവസാനം മരുമോളുടെ വാക്കും കേട്ട് അമ്മയുടെ പേരിൽ നീ പറമ്പും വീടൊക്കെ അടിച്ചു മാറ്റിയിട്ട് അമ്മനെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയക്കും. അപ്പൊ നോക്കിക്കോ. അവരങ്ങനെ ചെയ്താൽ നീ എൻ്റെ കൂടെ നിൽക്കൂടി? ഞാൻ നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതായത് ചേട്ടന് അമ്മോടാണോ ചേച്ചിയോടാണോ കൂടുതൽ സ്നേഹം? അതിപ്പോ പറയാനോ എന്നോട് തന്നെ.
എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ചേട്ടൻ അമ്മയ്ക്ക് എടുത്തു തന്നിട്ടുണ്ടോ? എടി എനിക്ക് കൈയുണ്ട്, പിന്നെ എന്തിനാ അവൻ എടുത്തു തരുന്ന? ഞാൻ പോയി കുടിച്ചാ പോരെ? ചേച്ചിക്ക് 2 കൈ 2 കാലും ഉണ്ടല്ലോ. എന്നിട്ട് ചേട്ടൻ ചേച്ചിക്ക് കൈയിലും കാലും നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് കൊടുക്കുക. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് നെയിൽ പോളിഷ് ഇട്ട് തന്നിട്ടുണ്ടോ? അത് അവൻ അവക്ക് നെയിൽ പോളിഷ് ഇടുവാണോ? അത് കൊള്ളാമല്ലോ. എന്നാ ഞാനിതൊന്ന് അറിയട്ടെ, എന്നോടാണോ അവളോടാണോ സ്നേഹമെന്ന്. അറിയോ? പെട്ടെന്ന് അറിയണം, പെട്ടെന്നായിക്കോട്ടെ. ഞാൻ ചോദിച്ചിട്ട് വരാടി. ആ എന്നെ കൊള്ളില്ലല്ലോ. എടി, അവിടെ ചെന്ന് അവള് നെയിൽ പോളിഷ് ഇടുവാണ് ഞാൻ എന്നെ പറയേണ്ടതെന്നും കൂടെ പറഞ്ഞ. ഓ, വല്ലാത്ത ചതിയിൽ പോയി. അവൻ എന്നെ അവക്ക് നെയിൽ പോളിഷ് ഇട്ട് കഴിയുമ്പോ ഞാൻ എന്താ അവിടെ പ്രതികരിക്കട്ടെ എന്ന് നീ പറഞ്ഞ എനിക്ക്. ഞാൻ ചോദിച്ച ഡയലോഗ് തന്നെ ചോദിച്ചോ? എടാ, നീ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ടുണ്ടോ ചോദിക്കേ. അങ്ങനെ ചോദിച്ചാൽ മതി. അങ്ങനെ ചോദിച്ചാൽ മതി. മതിയോ? ഞാനിവിടെ മോനെ എന്തോരം സ്നേഹിച്ചതാ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെ കുറച്ച് കരഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ? ഇമോഷൻ ഇട്ട് കൊടുത്തോ? അതെന്തു സാധന? ഇമോഷൻ എന്ന് വെച്ചാൽ വൈകാരികമായ പ്രകടനം. മലയാളമൊക്കെ പഠിക്കണല്ലേ, നന്നായി കൂടെ? ഞാൻ അതിനാ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിനിടയ്ക്ക് വന്നില്ല, ഇതും കൂടെ ആയപ്പോ ഇതെല്ലാം പോയി. അങ്ങനെ ചെയ്ത് പറഞ്ഞേക്ക്. ആ വൈകാരികമായിട്ട് ചേട്ടൻ അറ്റാക്ക് ചെയ്താൽ മതി. അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കേറി അടിക്കാം. അടിക്കല്ല, അവിടെ ചെന്ന് ചോദിക്കണം, നീ ഇത്ര കാലം അമ്മയായിട്ട് നീ എന്തെങ്കിലും ഗ്ലാസ് വെള്ളം എടുത്തു തന്നിട്ടുണ്ട്, എനിക്ക് നെയിൽ പോളിഷ് നീ ഇട്ടുന്നുണ്ടാ, എന്നെ ആരുണ്ട് ഇവിടെ സ്നേഹിക്കാൻ? നിന്നെ ഞാൻ ഭർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചല്ലേ, അതുകൊണ്ട് ഇട്ടോ. ഭർത്താവിനേക്കാളൊന്നും കൂടുതൽ എന്റെ മോളെക്കാളും കൂടുതൽ ഇട്ടോ. എടുത്തോ എടുത്തോ ഇട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാം. അല്ലെങ്കിലും അവക്ക് ഇട്ട് കൂട്ടിക്കണം. അവനെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. അവക്ക് ഇച്ചിരി മൂച്ച് കൂടുതലടി കൊടുക്കുക. വെറുതെ പിള്ളേരെ പിന്നാലെ നടന്നു. ഈ അമ്മയുടെ അടുത്ത് ആദ്യമേ വന്നാൽ മതിയായിരുന്നു. നല്ല അമ്മ. പിന്നെ നീ എല്ലാവർക്കും എന്തോ ജോലിയൊക്കെ ഇങ്ങനെ ഇതാക്കി ടൈം ടേബിൾ എന്തോ ഉണ്ടാക്കി എന്ന് പറയുന്ന കേട്ടല്ലോ, അതെന്തുവാ? അത് ഞാൻ സരിതേനോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാ. ആ, അതെനിക്കറിയായിരുന്നു. പക്ഷെ അതിൽ നീ അമ്മ അങ്ങ് ഒഴിവാക്കി. അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ജോലി ചെയ്യിപ്പിക്കുവോ? നിന്റെ ടൈം ടേബിൾ അമ്മയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ ഒരു തുണി മടക്കി വെക്കുന്ന അങ്ങനെയൊക്കെ എഴുതി വെച്ചതാ. വിഷമാവില്ലേ? എന്ത് വിഷമം? എന്തെടുക്കുക ക്യൂടെക്സം പിടിച്ച്? ക്യൂടെക്സ് അത് പ്രകാശേട്ടൻ എനിക്ക് നൈൽ പോളിഷ് അടിച്ചിരുന്നായിരുന്നു. നാണമില്ലടാ നിനക്ക് പെണ്ണുങ്ങളുടെ കൈക്കാലും കാലും ഒക്കെ ക്യൂടെക്സ് ഇട്ട് കൊടുക്കാൻ. അതിന് എന്റെ ഭർത്താവ് എനിക്കല്ലേ ഇട്ടിരുന്നേ, നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊന്നല്ലല്ലോ ഇട്ട് കൊടുക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യ്, എന്റെ കാലും കൂടി ഇട്ട് തന്നേ. അമ്മയുടെ ഭർത്താവ് പണ്ട് നൈൽ പോളിഷ് അടിച്ചെന്നായിരുന്നു ആ കാലിന്. പിന്നെ അങ്ങനെ അതല്ലേ പണി. അതാ സൂയ. ഇപ്പൊ മനസ്സിലായില്ലേ? ആ സൂയ എനിക്കല്ല, നിന്റെ വീട്ടുകാർക്കാ. ആ ടൈം ടേബിൾ ഉണ്ടാക്കിയപ്പോഴേ ഞാൻ നിനക്ക് തോന്നി വെച്ചതാ. ടൈം ടേബിളെ ഞാൻ സരിതക്ക് ഒരു പണി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എല്ലാരും കൂടി വീട്ടിലെ പണിയെടുക്കണം. പുഷ്പ, നീ ഇപ്പം എന്നോട് പുഷ്പ എടി, ഒരു ഇടിയുമില്ല. നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? പെണ്ണുമ്പിള്ളയുടെ കാലിലും കയ്യിലും ഒക്കെ കൂട്ടസിട്ടോണ്ടിരിക്കുന്നു. എന്റെ അമ്മ അവളുടെ കാലേക്ക് ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഒന്ന് റൊമാൻസ് ഒക്കെ കളിച്ച് ഞാൻ ഈ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ. റൊമാൻസ് അവന്റെ പൊക്കണം. എന്ത് കഷ്ടം ഇത്. ഇനി ഈ ജമ്മത്ത് അവളോട് നീ റൊമാൻസ് കാണിച്ചാണ്ടല്ലോ, അറിയാലോ? റൊമാൻസ് ഇത്രയ്ക്ക് കുഴപ്പമുള്ള സംഗതിയാണ്. നിന്റെ പല്ലിനടിച്ചെറുപ്പിക്കൂടി. പിന്നെ അപ്പച്ചി പല്ലടിച്ചെറുപ്പിയാ വരുമ്പോ എന്റെ കൈ അങ്ങ് മാങ്ങ ഉറക്കാൻ പോകും. നീ അല്ലേ എനിക്ക് രാവിലെ പത്രം കൊണ്ടു തന്നത്? അതെ, എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി കൊണ്ടു തന്നല്ലേ നീ? പത്രം ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി കൊണ്ടുവരും, വായിക്കാനാണ് കൊണ്ടുവന്നേ. അല്ലെങ്കിൽ രാവിലെ നീ പത്രം കൊണ്ടുവന്ന തന്നപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു ഊടായ്പുണ്ട് അതിൽ നിന്ന്. പത്രത്തിലാ? പത്രത്തില് അല്ല, നിന്റെയില്. അപ്പച്ചിക്ക് എന്തിന്റെ ഏടാണ്? കുറെ നേരമില്ല. നീ എന്തുവാടി ഇതിൽ കാട്ടി വെച്ചേക്കണത്? നോക്ക്, എന്തുവാടി കാട്ടി വെച്ചേക്കണത്? ഇതിലെന്ത് കുന്തള്ളത്? കൊള്ളാലോ, താരെങ്ങനെ വെട്ടി വെച്ചേക്കണേ? കൊള്ളാന്നാ എടി എടി എടി, നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് നടക്കില്ലട്ടാ. രാവിലെ തന്നെ എന്റെ മൂട് കളഞ്ഞു. എന്റെ ദേഹം ഉപദ്രവിച്ചാണ്ടില്ല, എന്റെ സ്വഭാവം മോഹ ചീത്തയാണ്. ദേഹത്തോട്ടം ചെയ്യും. എന്നെ തൊടാറായ നീ പെണ്ണെ. അപ്പച്ചാ നേരത്തെ തലയിൽ കയറാൻ വരരുത്. അമ്മയും മക്കളും കൂടി എന്റെ തല കയറാൻ വന്നല്ലോ. അല്ലടി കെട്ടിക്കാൻ പ്രായമായിട്ട് ഇങ്ങനെ അടി കൂടുന്നേ? ആ ചേച്ചി പറഞ്ഞു കൊടുക്ക, ചേച്ചി അവളോട് ചോദിക്ക്, ഇങ്ങനെയാണോ ഞാൻ ചോദിക്കണേന്ന്?
അല്ല നിനക്കും ഒരു മോളിലേ കെട്ടിക്കാൻ പ്രായമുള്ളത്? ആ എന്റെ മേത്ത് കയറി. അല്ല എന്നിട്ട് നീ ഇവളോട് അടി കൂടുന്നേതാ ഞാൻ ചോദിച്ചു വരുന്നത്. ചേച്ചിയുടെ മോളെ മര്യാദക്ക് വളർത്തണമായിരുന്നു. അവൻ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണത്. ഓ എനിക്കറിയില്ല അമ്മ, കുറെ നേരെ ഒരു പത്രം കൊണ്ടുവന്നിട്ട്. ചേച്ചി ഇത് കണ്ട നോക്ക്. ആ എനിക്ക് വായിക്കാൻ വേണ്ടി രാവിലെ കൊണ്ട് തന്നാണ്. എന്തൊരു സ്നേഹമായിരുന്നു, പതിവില്ലാണ്ട്. അമ്മ ഞാനൊന്നല്ല. പിന്നെ ആരാണ്? എനിക്കറിയില്ല. നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കളിയാക്കിയിട്ടല്ല ചെയ്യേണ്ടത്. അമ്മച്ചിക്ക് വല്ല ഓളമട്ടാണ്. അല്ല സരിത നീ കണ്ട ഇവളാ ഇതിങ്ങനെ വെട്ടി മാറ്റിയതെന്ന്? കണ്ടില്ല, പക്ഷെ ഇവളാണ്. അല്ലെങ്കിൽ ഇവള് കൊണ്ടു തരേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. എന്നാ ഇവളല്ല. പിന്നെ ആര്? നിന്റെ അമ്മയായിരിക്കും. എന്റെ അമ്മയാ? എന്റെ അമ്മ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വെട്ടി മാറ്റുന്ന ഹോബി ഉണ്ട്. ഓ രാവിലെ തന്നെ അമ്മ പുട്ട് കഴിക്കണ പകരം പത്രം പുഴുങ്ങി തിന്നാനുള്ള പതിവ്. അയ്യോ അതല്ല മോളെ, നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ മരിക്കൂലേ, അപ്പൊ ചരമ്പ് ഓളത്തിൽ വാർത്ത വരും. അത് വെട്ടി മാറ്റി സൂക്ഷിച്ച് നോട്ട് ബുക്കിൽ ഒട്ടിച്ച് വെക്കുന്ന ഒരു ഹോബി നിന്റെ അമ്മയ്ക്ക് ഉണ്ട്. അപ്പൊ അമ്മയായിരിക്കും ഇത് ചെയ്തത്. ശരിക്കും അച്ഛമ്മക്ക് അങ്ങനത്തെ ഹോബിയൊക്കെ ഉണ്ടാ? അത് പ്രായമായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹോബികളൊക്കെ വരും. അത് സർവ്വസാധാരണം. ആ ഇനി സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടി എന്റെ അമ്മയുടെ തല കയറിക്കോട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് നിന്റെ അമ്മയോട് ചോദിക്കും. ഞാൻ ചോദിക്കും. ചോദിച്ചിട്ട് വാ. ഞാൻ ചോദിക്കും. ആ ഈ വീട്ടിലെല്ലാവരോടും ചോദിക്കും ഞാൻ. ഇനി എങ്ങാനും നീയാണത് എങ്ങാനും ചെയ്തതെന്ന് അറിഞ്ഞാ ഞാൻ ഇടിച്ച് പരിപ്പാക്കും ഞാൻ. ഇങ്ങോട്ട് വാ. കാണിച്ചു തരാം. പേപ്പർ കൊണ്ടുവന്നേ. പിന്നെ എന്താ തലയ്ക്ക് നല്ല സുഖല്ലേ? അതൊക്കെ വിടും. നീ തലവേദനയുടെ മരുന്നുണ്ടോ നിങ്ങൾ എടുത്തോട്ടെ. എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു. ഇതിപ്പോ തലവേദന കണ്ടിട്ട് തോന്നണല്ലോ തലവേദനയൊന്നും. എന്നാ പിന്നെ തലയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കാ തലവേദനയാന്ന്. ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെ കണ്ടപ്പോ വെച്ചിണ്ടായിരുന്നു, എനിക്കറിയാൻ പാടില്ല. മേടിച്ചു വെച്ച സാധനം എവിടെയെങ്കിലും കാണുമോ? എന്താണ് കാണാത്ത? എടി വിലാസിനി, നമ്മുടെ സാക്ഷരതാ ക്ലാസ്സിലെ വഴിക്കണക്കിൻ്റെ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാര്യം നമ്മുടെ ടീച്ചറൊക്കെ തന്നെയാ. പക്ഷെ ആ സെലീന കൊച്ചിനൊരു കുന്തം അറിയില്ല. ഇതൊക്കെ എങ്ങനെ ടീച്ചറായെന്ന് ഞാൻ ആലോചിക്കുക. ഏത് എൻ്റെ സഞ്ജുവോ? അന്ന് ഞാൻ അവനോട് ചോദിക്കാം. അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ വിളിക്കാടി. എടി കൃഷ്ണ ഇങ്ങോട്ടൊന്ന് വന്നെടി. ഇങ്ങോട്ടൊന്ന് വന്നേ. അച്ഛമ്മ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. എടി എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്, അല്ല അവിടെ എന്നോട്ട് കാണിക്കാനല്ല. ഇങ്ങോട്ട് വാ. എന്തുവാ? എടി നമ്മുടെ സഞ്ജുവിന് വല്ല ലൈൻ വല്ലതും ഉണ്ടോടി? ലൈനോ? മറ്റേ ബുക്കിലിട്ട ലൈനാണോ? അതല്ലടി വേണേ. അമ്മക്ക് അമ്മയുടെ ഈ ഹോബി അത്ര നല്ലതല്ല കേട്ടാ. എന്തുവാ? പത്രം ഇങ്ങനെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിമാർക്ക് പത്രം വായിക്കണ്ടേ? അതിന് അപ്പച്ചി പത്രമൊക്കെ വായിക്കൂ. നീയാണോ വെട്ടി വെച്ചത്? ഞാനും അല്ല അവളും അല്ല. നിങ്ങൾ രണ്ടുപേരും അല്ലേ? അല്ല. ചേച്ചി പറഞ്ഞു അമ്മയ്ക്ക് പത്രത്തിൽ നിന്ന് വാർത്ത വെട്ടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അവളെ അമ്മയ്ക്കാ പത്രത്തിൽ നിന്ന് ഇങ്ങനെ വെട്ടിവെക്കുന്ന സ്വഭാവം, അല്ല എനിക്കല്ല. എന്തോ അച്ഛമ്മ എപ്പൊ നോക്കിയാൽ ഞങ്ങളുടെ അമ്മൂമ്മേനെ പറയണത്? അവൾ എന്നെ പറഞ്ഞ അവിടെ അമ്മേനെ അല്ല അവിടെ അച്ഛനെ വരെ ഞാൻ പറയും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അല്ല? അല്ല. അമ്മ ഒട്ടും അല്ല. അപ്പൊ ഇതാരാണ് ചെയ്തത്? എടി നിനക്ക് ഇവിടുന്ന് ഒന്ന് പോയി തരാവോ? ഞാനിവിടെ നിന്നെന്താ കുഴപ്പം? ചോരവടി എടുക്കണോ? വേണ്ട, പൊക്കോളാം. എന്നാ പോ. ഈ അപ്പച്ചിക്ക് അച്ഛമ്മേനെ ഇപ്പോഴും പേടിയണോ? നിനക്കെന്നെ പേടിയില്ലേ? അത് വീട്. അച്ഛമ്മ മറ്റേ സഞ്ജുവിന്റെ കാര്യം പറ. അടി അവന് വല്ല പ്രേമമുണ്ടോ? ഈ അമേരിക്കയിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് വല്ല പ്രേമമുണ്ടോന്ന്? അവന്റെ സ്വഭാവം അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യത്തിൽ നിന്നും പ്രേമം ഉണ്ടാവും. അവന്റെ പ്രേമം ഞാൻ ശരിയാക്കി കൊടുക്കാം. എന്തോ അച്ഛമ്മ അവൻ പ്രേമിച്ചോട്ടെ. ഈ പ്രായത്തിലല്ലേ പ്രേമിക്കാൻ പറ്റൂ. ഈ പ്രായത്തിൽ പ്രേമിക്കാൻ നടക്കുന്നു. നിനക്കല്ല പ്രേമം ഉണ്ടോടി? ഞാൻ പ്രേമിച്ചോട്ടെ. ഒറ്റ തല്ലു വെച്ചെന്നാലുണ്ടല്ലോ പ്രേമിക്കാൻ നടക്കുന്നു. പൊടി അവിടുന്ന്. എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിട്ട് അവമാനിക്കുന്നല്ലേ? ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവള് പ്രേമക്കാരും എടുത്തോണ്ട് പോലും. പൊടി അവിടുന്ന്. ഞാൻ പോവാ. പ്രകാശി ഇതെന്ത് പണിയാണ്? വാതിലും തുറന്നിട്ട് അകത്ത് കയറിയിരിക്കണോ? സൂക്ഷിക്കണം കേട്ടാ, നാട്ടിലൊക്കെ കൊള്ളക്കാരിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏത് കൊള്ളക്കാര് എന്തോ കൊണ്ടുപോകാനാണ്? എന്നാ അവൻ 10 വയസ്സ് ഇവിടെ വെച്ചിട്ടു. അയ്യോ, നിങ്ങളെ കൊള്ളയടിക്കാനല്ല, നിങ്ങളുടെ അമ്മയായിരിക്കും അവരുടെ ടാർഗറ്റ്. അത് ശരിയാ കേട്ടോ. അമ്മയുടെ കഴുത്തേലും കയ്യിലും ഒക്കെ ഇഷ്ടംപോലെ സ്വർണം കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, നീ കൊള്ളയടിച്ചോണ്ട് പോയ സാധനം കൊണ്ടുവന്ന കമ്മല് മിണ്ടരുത്, വാക്കും മിണ്ടരുത്.
നീ കമ്മലെന്നൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അത് സീക്രട്ട് ആയിരിക്കണം. കൊണ്ടുവന്നോ എന്നാണ് ചോദിച്ചത്. പിന്നെ കമ്മലെന്നല്ലാണ്ട് പിന്നെ മാലാന്ന് വിളിച്ച് പറയാൻ പറ്റും? എന്തോന്നാണ് ഇത് കമ്മല് മാല എന്നൊക്കെ പറഞ്ഞിട്ട്? ആഭരണങ്ങളുടെ പേരൊന്നും പറയണ്ട. നീ ഇത് കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. എടാ എന്തുവാടാ നിങ്ങൾ ഈ കമ്മലും വളയെന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ഞങ്ങളൊരു ഫാൻസി സ്റ്റോർ തുടങ്ങുന്നുണ്ട്. അവിടെ കുറെ കമ്മലും മാലയൊക്കെ തൂക്കിയിടാൻ വേണ്ടേ. എന്തിനു? ഒരു പ്രയോജനമില്ല, അതും പൊട്ടും. പൊട്ടിയാ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈ നേടാ ഇവനെ ചീത്തയാക്കാൻ വരുന്നത് എപ്പോഴും ഇങ്ങോട്ട്. എന്താണ് ഈ പ്രകാശ് ചെയ്ത്? എന്തുവാ അമ്മ, എന്താ പ്രശ്നം എന്തുവാ?